ഇന്ന് ഓഷ്യൻ കറൻസിനെ കുറിച്ച് സംസാരിക്കാം. ഓഷ്യൻ കറൻസ് എന്താണ്? ഇത് കടലിലുണ്ടാകുന്ന വെള്ളത്തിൻ്റെ ഒഴുക്കിൻ്റെ ഒരുതരം പാറ്റേൺസാണ് ഓഷ്യൻ കറൻസ് എന്നറിയപ്പെടുന്നത്. ഓഷ്യൻ കറൻസിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഹോട്ട് കറൻസും കോൾഡ് കറൻസും. ഇതിൻ്റെയൊക്കെ നീളം എന്ന് പറയുന്നത് എത്രയാണ്? നീളം എന്ന് പറയുന്നത് 10,000 കിലോമീറ്റർ അധികം നീളം കാണും. അതുപോലെ തന്നെ 500 കിലോമീറ്ററും 400 കിലോമീറ്ററൊക്കെ ഇതിന് ആവറേജ് വീതി ഉണ്ടാവും. 100 കിലോമീറ്റർ വീതി ഉണ്ടാവും, 10,000 കിലോമീറ്റർ നീളം ഉണ്ടാവും. അപ്പോൾ ഇത്തരം നമുക്ക് റിപ്പീറ്റേറ്റീവായിട്ട് ഒഴുകുന്ന പാറ്റേൺസിൽ ഓഷ്യനിൽ കണ്ടുവരുന്ന ഈ പാറ്റേൺസിന് പറയപ്പെടുന്ന പേരാണ് ഓഷ്യൻ കറൻസ്. അപ്പോൾ ഇതെന്താണ്? ഇത് രണ്ട് രീതിയിൽ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്, കോൾഡ് കറൻസിനും ഹോട്ട് കറൻസിനും. ഇവിടെ ഈ പടം നോക്കിയാൽ കാണാൻ പറ്റും. ഈ പടത്തിൽ ചുമന്ന കളറിൽ കാണുന്നതല്ല എന്താണ്? ഹോട്ട് കറൻസ് ആണ്, അതായത് വാം കറൻസ് ആണ്. നീല കളറിൽ കാണുന്ന കോൾഡ് കറൻസ്. ഏറ്റവും നല്ലത് എന്താണെന്ന് വെച്ചാൽ ഈ കാണുന്നതെല്ലാം കാണാൻ പഠിച്ചു വയ്ക്കുകയാണ് ചെയ്യുന്നത്. ഏത് ചിലപ്പോൾ ക്വസ്റ്റ്യൻ ചോദിക്കും, കാലിഫോർണിയൻ കറണ്ട് എന്ത് തരം കറണ്ടാണെന്ന് ചോദിക്കും. ഹോട്ട് കറണ്ടാവും, കോൾഡ് കറണ്ടാവും. അപ്പം ഏറ്റവും നല്ലത് കാണാൻ പഠിച്ച് വെക്കുകയാണ്. അവനവന് പറ്റുന്ന കോഡ് ഉപയോഗിക്കുകയോ എന്തെങ്കിലുമൊക്കെ വെച്ച് കാണാൻ പഠിച്ച് വെക്കുന്നതാണ് ഏറ്റവും നല്ലത്. കാണാൻ പഠിച്ച് വെച്ചാൽ ഏറ്റവും കുറഞ്ഞ സമയത്തിൽ പെട്ടെന്ന് തന്നെ ആൻസർ എഴുതാൻ പറ്റും. ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ PYQ അല്ല ഡിസ്കസ് ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ എന്താണ്? ഇതിനകത്ത് ഞാൻ കണ്ടിട്ടുള്ള PYQ ഒക്കെ ഞാൻ ഇതിനകത്ത് പറയാം. എനിക്കറിയാവുന്ന കോഡുകൾ ഞാൻ പറയാം. പിന്നെ എനിക്കറിയാവുന്ന പോലെ കോൺസെപ്റ്റും ഞാൻ പറഞ്ഞു പോകാം ഇതിനകത്ത്. അപ്പോൾ അതിനകത്ത് ആദ്യം ഒരു കാര്യം ഓർക്കേണ്ടത് ഇക്വേറ്ററിലേക്ക് വരുന്ന കറണ്ടല്ല കോൾഡ് കറണ്ടാണ്. അത് എവിടെ നിന്നായിരിക്കും വരുന്നത്? പോളാർ റീജിയനിലായിരിക്കും വരുന്നത്. അതുകൊണ്ട് അത് സ്വാഭാവികമാണ് തണുത്ത കറണ്ടാണ്. ഇക്വേറ്ററിൽ നിന്ന് പോകുന്ന കറണ്ടല്ല ഹോട്ട് കറണ്ടാണ്. നോക്കിയാൽ മതി, ഇവിടെ ഗൾഫ് സ്ട്രീം ഇക്വേറ്ററിൽ നിന്ന് ഇങ്ങോട്ട് പോകുന്ന കറണ്ടാണ്. അതുപോലെ ഇവിടെ ഇത് അഗുൽഹാസ് നോക്കി ഇക്വേറ്ററിൽ നിന്ന് പോകുന്ന കറണ്ടാണ്. ഈ ബ്രസീലിയൻ സ്ട്രീം നോക്കിയേ, ഇത് ഇക്വേറ്ററാണ്, ഇക്വേറ്ററിൽ നിന്ന് പോകുന്ന കറണ്ടാണ്. ഇവിടെ ഈസ്റ്റേൺ ഓസ്ട്രേലിയൻ കറണ്ട് നോക്കിയേ, ഇത് ഇത് ഇക്വേറ്ററാണ്, ഇക്വേറ്ററിൽ നിന്ന് പോകുന്ന കറണ്ടാണ്. കുറാഷിയോ അതും നോക്കിയേ, കുറാഷിയോ എന്ന് പറയുന്ന കറണ്ട് നോക്കിയേ, ഇക്വേറ്ററാണ്, ഇക്വേറ്ററിൽ നിന്ന് പോകുന്ന കറണ്ടാണ് കുറാഷിയോ. ഇനി അതുപോലെ തന്നെ ഇക്വേറ്ററിലേക്ക് വരുന്ന കറണ്ട് നോക്കിയേ, ഒന്ന് കാലിഫോർണിയൻ കറണ്ട് കോൾഡ് കറണ്ടാണ്, ഇക്വേറ്ററിലേക്ക് വരുന്ന കറണ്ടാണ്. അതുപോലെ പെറു എന്ന് പറയുന്ന സ്ട്രീം പെറു സ്ട്രീം നോക്കിയാൽ ഇക്വേറ്ററിലേക്ക് വരുന്ന സ്ട്രീമാണ്, അത് കോൾഡ് കറണ്ടാണ്. അതുപോലെ ഇവിടെ നോക്കിയേ, കാനറി എന്ന് പറയുന്ന സ്ട്രീം നോക്കിയേ, അതും അത് ഇക്വേറ്ററിലേക്ക് വരുന്ന കറണ്ടാണ്. അപ്പോൾ അത് കോൾഡ് സ്ട്രീമാണ്. അപ്പം ആ ഒരു ബോധം എപ്പോഴും ആദ്യം മനസ്സിലുണ്ടായാൽ മതി. ഇവിടെ ബാങ്കുവല എന്ന് പറഞ്ഞ് നോക്കിയേ, ബാങ്കുവല സ്ട്രീം ഇവിടെ സൗത്ത് പോളിൽ നിന്നും ഇക്വേറ്ററിലേക്ക് വരുന്ന കറണ്ടാണ്. സ്വാഭാവികം കോൾഡ് കറണ്ടാണ്. അപ്പോൾ ആ സംഭവം ഒന്ന് മനസ്സിൽ വയ്ക്കുക. കുറച്ച് ജോഗ്രഫി അറിയാമെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ ഇരുന്ന് ഒരു പരിധിവരെ കണ്ടുപിടിക്കാവുന്ന സെറ്റപ്പേ ഉള്ളൂ. അപ്പം അങ്ങനെയാണെങ്കിൽ ഈ ടോപ്പിക്കിൽ ഫുൾ മാർക്ക് അടിക്കാം. അപ്പോൾ നമുക്ക് ആദ്യം പസഫിക് ഓഷ്യനിൽ തുടങ്ങാം. പസഫിക് ഓഷ്യൻ ലോകത്തിലെ ഏറ്റവും വലിയ ഓഷ്യനാണ് പസഫിക് ഓഷ്യൻ. പസഫിക് ഓഷ്യൻ ആ പേര് വരാൻ കാരണം ശാന്തസമുദ്രം എന്നാണ് മലയാളത്തിൽ പറയുന്നത്. പസഫിക് ഓഷ്യന് പേര് എവിടുന്നാണ് വന്നത്? ആ പേര് വന്നത് മെഗലൻ ഇട്ട പേരാണ്. ട്രാവലർ മെഗലൻ ഇട്ട പേരാണ്. എവിടുന്ന പേര് ഇൻസ്പയർ? ലാറ്റിൻ ഭാഷയിൽ നിന്നാണ്. പസഫിക്കസ് എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം ശാന്തത എന്നാണ്. ഫെർഡിനാൻഡ് മെഗലൻ എന്തിനാണ് ഫേമസ് ആയത്? ഇയാൾ ലോകം ചുറ്റും കപ്പലിൽ ആദ്യമായിട്ട് ചുറ്റി സഞ്ചരിച്ച ആൾ മെഗലനാണ്. വർഷം 1519, അതായത് 14ാം നൂറ്റാണ്ടിലല്ലേ, 14ാമത്തെ സെഞ്ചുറി അല്ല, 16ാമത്തെ സെഞ്ചുറിയിലാണ്. അപ്പം ഒരു 100 വർഷം കൂട്ടിയെടുത്തു. അപ്പം 1519 എന്ന് പറയുന്നത് 16ാം നൂറ്റാണ്ടിലാണ് അയാൾ ചുറ്റി സഞ്ചരിച്ചത്. അപ്പം അയാൾ വന്ന വഴി ഏതാണ്? ഇവിടുന്ന് ഇങ്ങനെ കയറാം, ഈ വഴി ഇങ്ങോട്ട് എൻട്രി ഇല്ലാത്തതുകൊണ്ട് അയാൾ ഇതുവഴി ചുറ്റിക്കറങ്ങിയാണ് വന്നത്, ഈ വഴിയാണ് വന്നത്. ആ വഴി വന്നപ്പോൾ അയാൾ മെഗലൻ, ഇപ്പം ഈ സ്ഥലത്തിന് പറയുന്ന പേര് മെഗലൻ സ്ട്രൈറ്റ് എന്നാണ്. ഇയാൾ പസഫിക് ഓഷ്യനിലേക്ക് എൻട്രി എടുത്തപ്പോൾ പസഫിക് ഓഷ്യൻ ഭയങ്കര ശാന്തമായിട്ട് കാണപ്പെട്ടു. അതുകൊണ്ടാണ് പുള്ളി പസഫിക് ഓഷ്യന് പേര് കൊടുത്തത്. ശരിക്കും പസഫിക് ഓഷ്യൻ ശാന്തമാണോ എന്ന് ചോദിച്ചാൽ പുള്ളി അന്ന് സഞ്ചരിച്ച സമയം സന്ദർഭമൊക്കെ നോക്കുമ്പോൾ ശാന്തമായിരുന്നു. പക്ഷേ ഇത്രയും വലിയ കടലാണ്, എപ്പോഴും എല്ലായിടത്തും ശാന്തമാണെന്ന് പറയാൻ പറ്റത്തില്ല. പസഫിക് ഓഷ്യൻ്റെ ഒരു പ്രത്യേകത ഉണ്ട്. ഏറ്റവും ആഴമുള്ള സ്ഥലം കാണുന്നത് എവിടെയാണ്? അത് ഡീപ്പാണ്. അത് കാണുന്നത് പസഫിക് ഓഷ്യനിൽ. അത് ഏകദേശം ഏത് സ്ഥലത്തായിട്ട് വരും? ഈ ഭാഗത്തായിട്ട്
മരിയാന ട്രഞ്ച് എന്ന് പറയുന്ന സ്ഥലമാണ് ഏറ്റവും ആഴമുള്ള സ്ഥലം. ഈ പോർഷനിൽ തന്നെ ഒരു പ്രോപ്പർ സ്ഥലമുണ്ട്, അതാണ് ചലഞ്ചർ ഡീപ്പ്. അതാണ് ലോകത്തിൽ ഏറ്റവും ആഴമുള്ള സ്ഥലം. ഇനി ഇതിന് എന്തോരം ആഴം വരും? ഇതിന് ആഴം വരുന്നത് എത്രയാണ്? 10,935 മീറ്റർ ആഴമുണ്ട് ഇതിന്. 10,935 മീറ്റർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 10 കിലോമീറ്റർ ആയി. എവറസ്റ്റിൻ്റെ നീളം നമ്മളെപ്പോഴും കാണാൻ പഠിക്കുന്ന എവറസ്റ്റിൻ്റെ പൊക്കം എത്ര? 8,848 മീറ്ററാണ്. അതായത് ഒരു എവറസ്റ്റ് എടുത്ത് നമ്മൾ മെരിയാന ട്രഞ്ച് എടുത്ത് വെച്ചാൽ അത് മെരിയാന ട്രഞ്ച് അല്ല, ചലഞ്ചർ ഡീപ്പ് എടുത്ത് വെച്ചാൽ അത് മുങ്ങിപ്പോകുമെന്നാണ് അർത്ഥം. അത്ര ആഴമുണ്ട്. ജസ്റ്റ് ചുമ്മാ കമ്പാരിസൺ പറഞ്ഞതേ ഉള്ളൂ. അത്ര ആഴമുള്ള സ്ഥലത്തൊക്കെ എത്തിപ്പെടാൻ നല്ല പാടാണ്. കാരണം അവിടുത്തെ പ്രഷർ എന്നൊക്കെ പറയുന്നത് ഭയങ്കര പ്രഷറായിരിക്കും. നമ്മളതിൻ്റെ അടിയിലേക്ക് പോകുമ്പോൾ നമ്മുടെ മുകളിലുള്ള വെള്ളത്തിൻ്റെ വെയിറ്റ് എല്ലാം കൂടെ നമ്മളെ ഞെക്കി കൂട്ടുമല്ലേ. സാധാരണ ജീവികൾക്കൊന്നും അവിടെ വാസം പോസിബിൾ അല്ല. സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ജീവികളുണ്ട്. അതുപോലെ തന്നെ അങ്ങോട്ട് പോകണമെങ്കിലും സാധാരണ സബ്മറൈൻസ് ഒന്നും ഉപയോഗിക്കാൻ പറ്റത്തില്ല. പ്രത്യേകം കവചങ്ങളൊക്കെ ഉള്ള, അതായത് ടൈറ്റാനിയം അതുപോലത്തെ മെറ്റൽസും അലോയ്സും കൊണ്ടൊക്കെ ഉണ്ടാക്കിയ മെറ്റൽ, അതായത് അധികം വളയോ അല്ലെങ്കിൽ നല്ല ലോഡ് ബെയറിംഗ് കപ്പാസിറ്റി ഉള്ള മെറ്റൽസൊക്കെ വെച്ച് ഉണ്ടാക്കിയ സബ്മറൈനിൽ താഴേക്ക് പോകാൻ പറ്റും. എന്നാലും അവിടെ മനുഷ്യന്മാർക്ക് സന്ദർശിക്കാറുണ്ട്. ഈയിടയ്ക്കല്ല, കുറച്ചു കാലം മുമ്പ് ഫേമസ് ആയിട്ടുള്ള ഹോളിവുഡ് ഡയറക്ടർ ജെയിംസ് ക്യാമറൂണൊക്കെ അവിടെ പോയ വാർത്ത കണ്ടതാണ്. നമുക്ക് ഈ പസഫിക് ഓഷ്യൻ്റെ വേറൊരു PYQ കണ്ടിട്ടുള്ള എന്താണെന്ന് വെച്ചാൽ റിങ്സ് ഓഫ് ഫയർ എന്ന് പറയുന്ന സംഭവം കണ്ടിട്ടുള്ള ഏത് ഓഷ്യനിലാണെന്ന് ചോദിക്കും. അതെന്താ? പസഫിക് ഓഷ്യൻ. റിങ്സ് ഓഫ് ഫയർ എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, നമ്മുടെ ഒരു വോൾക്കാനിക് ആക്ടിവിറ്റി കാണുന്ന ഒരു റീജിയനാണ്. അതിങ്ങനെ വരും ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ ഇതിങ്ങനെ വട്ടത്തിരിക്കുന്നുണ്ടെന്നാണ് അത് റിംഗ് ഓഫ് ഫയർ എന്ന് അറിയപ്പെടുന്നത്. ഈ എമൗണ്ട് ഓഫ് സീസ്മിക് ആക്ടിവിറ്റി വോൾക്കാനിക് ആക്ടിവിറ്റിയാണ്. കാരണം അവിടെ പസഫിക് ഓഷ്യൻ്റെ ടെക്ടോണിക് പ്ലേറ്റിൻ്റെ ബൗണ്ടറിയാണ്. അപ്പം ഓട്ടോമാറ്റിക്കലി അവിടെ സീസ്മിക് ആക്ടിവിറ്റിയും വോൾക്കാനിക് ആക്ടിവിറ്റിയും കൂടുതൽ കാണുന്നതുകൊണ്ട് അവിടെ റിംഗ് ഓഫ് ഫയർ എന്ന് അറിയപ്പെടുന്നത്. ഇവിടെ ഭൂമിയോടൊക്കെ നല്ലപോലെ വരുന്നതുകൊണ്ടാണ് ജപ്പാനിലൊക്കെ എപ്പോഴും സുനാമി ഒക്കെ വീശിയടിക്കുന്നു എന്ന് പറയാൻ പറ്റില്ലല്ലോ, കാരണം സുനാമിയൊക്കെ എപ്പോഴും സംഭവിക്കുന്നത്. അപ്പോൾ റിംഗ് ഓഫ് ഫയറിൻ്റെ കാര്യം ഒന്ന് ഓർത്തിരിക്കുക. പെറു എന്ന് പറയുന്ന ഈ ഒരു കറണ്ടിനെ പറ്റി പറയാം. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ? ഇതിനു മുമ്പ് ചോദിച്ചിട്ടുള്ള ഹാംബോൾട്ട് കറണ്ട് എന്നറിയപ്പെടുന്ന പ്രവാഹം എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ പെറു എന്നാണ് അതിനുത്തരം. ഇത് ഡിസ്കവർ ചെയ്ത ആളുടെ പേരാണ് അലക്സാണ്ടർ ഹാംബോൾട്ട് എന്ന് പറയുന്നത്. പിന്നെ അതുകൊണ്ട് പെറു കറണ്ടിനെ ഹാംബോൾട്ട് കറണ്ട് എന്നും അറിയപ്പെടുന്നത്. നമുക്കിങ്ങനെ പെറു എന്നുള്ള പേരെന്ന് വായിക്കാം. പേരെന്താണ്? ഹാംബോൾട്ട്. ഇപ്പോൾ വേറെ ഏതെങ്കിലും മനുഷ്യടുന്ന പേരുണ്ടോ? ലാബിലുള്ളവർക്ക് പട്ടിക്കിടുന്ന പേരല്ലേ, ബെങ്ക്വേല. അതുപോലെ മനുഷ്യടുന്ന പേര് കുറവാണ്. അപ്പം പേരെന്നുള്ള ഹാംബോൾട്ട് എന്ന് കണക്ട് ചെയ്തോളാം. ഇക്വേറ്ററിലേക്ക് വരുന്ന കറണ്ട് അത് കോൾഡ് സ്ട്രീമുമാണെന്ന് പഠിച്ചോളാം. ഒരു മെയിൻ കാര്യം പറയാൻ മറന്നുപോയി. എന്താണെന്ന് വെച്ചാൽ എന്തുകൊണ്ടാണ് ഈ കറണ്ടെല്ലാം ഉണ്ടാകുന്നത് എന്ന് അറിഞ്ഞിരിക്കുക. അതെന്താണ്? മെയിനായിട്ട് കാറ്റ് കൊണ്ടാണ്. കാറ്റാണ് മെയിൻ ഇതിൻ്റെ പ്രൊപ്പൽ ഫോഴ്സ്. പിന്നെ അല്ലാതെ ചെറിയ ചെറിയ കാരണങ്ങളുണ്ട്. ഭൂമിയുടെ ചെരിവ് അതുപോലത്തെ സംഭവങ്ങളൊക്കെ. നമ്മളിവിടെ മെയിൻ കാറ്റ് തന്നെയാണ് എടുക്കുന്നത്. ഇതെന്താണ് ഇങ്ങനെ വരാൻ കാരണം? ഇത് ട്രേഡ് വിൻസ് ആണ്. ട്രേഡ് വിൻസ് ഇതിനെ ഇങ്ങോട്ട് തള്ളി കൊണ്ടുപോകും. ഇവിടെ ഈ ഒരു ലൈൻ കണ്ടില്ലേ? ഇങ്ങനെ നമ്മളൊരു കാറ്റ് പഠിക്കുന്നുണ്ട്. പശ്ചിമ വാതകം എന്ന് പറഞ്ഞാൽ വെസ്റ്റർലീസ് എന്ന് പറയുന്നത്. ആ കാറ്റിന് നമ്മൾ ഒരു പറയുന്ന പേരുണ്ട്. റോറിങ് 40s, ഫ്യൂറിങ് 50s, സ്ക്രീമിങ് 60s അല്ലേ? വെസ്റ്റർലീസിന് നമ്മൾ സദേൺ വെസ്റ്റർലീസ് എന്ന് പറയുന്ന പേര് അങ്ങനെയാണ്. അത് ഇതിനു മുമ്പ് PYQ ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. ഫ്യൂറിയസ് 40s അങ്ങനെയല്ല, റോറിങ് 40s, ഫ്യൂറിയസ് 50s, സ്ക്രീമിങ് 60s എന്നറിയപ്പെടുന്ന വാതകം എന്താണെന്ന് ഇതിനു മുമ്പ് എത്രയോ ക്വസ്റ്റ്യൻ പേപ്പർ ചോദിച്ചിട്ടുണ്ട്. പാറ്റേണിൽ തന്നെ നമുക്കിവിടെ അന്റാർട്ടിക് സർക്യൂപോളാർ എന്ന് പറയുന്ന നമുക്കിവിടെ ഒരു സ്ട്രീം കാണാൻ പറ്റും. ഞാൻ പറഞ്ഞു കാറ്റിൻ്റെ ദിശയിൽ തന്നെയാണ് ഭൂരിഭാഗം കറൻസ് ഒഴുകുന്നത്. അപ്പം അതും ഒന്ന് ഓർത്തിരിക്കേണ്ട രണ്ട് കാര്യം എന്താണെന്ന് വെച്ചാൽ ഇക്വേറ്ററിലേക്ക് വരുന്നത് കോൾഡ് കറണ്ടും ഇക്വേറ്ററിൽ നിന്ന് പോകുന്നത് ഹോട്ട് കറണ്ടുമാണ്. ഇങ്ങനെ ഓർത്താൽ മതി. ഇക്വേറ്ററിലേക്ക് വരുന്നത് എവിടെ നിന്നായിരിക്കും? പോളാർ ഭാഗത്തു നിന്ന് വരുന്നതായിരിക്കും.
അതെന്തായിരിക്കും? ഓട്ടോമാറ്റിക്കലി കോൾഡ് കറണ്ട് ആയിരിക്കും. ഇക്വേറ്ററിൽ നിന്ന് പോകുന്ന എന്താണ്? അത് ചൂട് പിടിച്ച വെള്ളമായിരിക്കും. അത് ഹോട്ട് കറണ്ടും ആയിരിക്കും. പറയാൻ ഉദ്ദേശിച്ച കാറ്റാണ് മെയിൻ ഇതിൻ്റെ പ്രൊപ്പല്ലിംഗ് ഫോഴ്സാണ്. അപ്പം പെറു കറണ്ട് എന്താണ്? ഹംബോൾട്ട് കറണ്ട് എന്ന് അറിയപ്പെടുന്നുണ്ട്. പെറു എന്താ? കോൾഡ് കറണ്ടാണെന്ന് ഓർത്തിരിക്കുക. ഈ കോൾഡ് കറൻസിന് ഒരു പ്രത്യേകതയുണ്ട്. എന്താണെന്ന് നമുക്ക് ആദ്യം ജസ്റ്റ് ഒന്ന് വരച്ച് കാണിക്കാം. കോൾഡ് കറൻസ് എപ്പോഴും ഡെസേർട്ടുകൾ ഉണ്ടാകും. അതായത് ഇവിടെ ഒരു ഡെസേർട്ടുണ്ട്, ഇവിടെ ഒരു ഡെസേർട്ടുണ്ട്, ഇവിടെ ഇത്രയും വലിയ ഡെസേർട്ടുണ്ട്, ഇവിടെ ഒരു ഡെസേർട്ടുണ്ട്, അതുപോലെ ഇത്രയും ഭാഗത്ത് ഒരു ഡെസേർട്ടുണ്ട്. ഇത്തരം കോൾഡ് കറൻസ് എപ്പോഴും ഡെസേർട്ട് ഉണ്ടാക്കിയില്ലെങ്കിലും എന്താണ്? ഈ കോസ്റ്റൽ റീജിയനിൽ ഒരു വരണ്ട കാലാവസ്ഥ ഉണ്ടാക്കാൻ കാരണമാകും. ഇനി എന്തുകൊണ്ടാണെന്ന് ഞാൻ പറയാം. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ കോൾഡ് കറൻസ് ഓഷനിലേക്ക് വരുമ്പോൾ എന്താണ്? ഈ ഓഷനിലെ വെള്ളം ചൂടായിട്ടാണ് കണ്ടൻസ് ചെയ്ത് മഴ പെയ്യുന്നത്. അപ്പം അത് ഇവാപ്പറേറ്റ് ആവാൻ ഭയങ്കര പാടാണ്. തണുത്ത കറണ്ട് വരുമ്പം സൂര്യൻ്റെ രശ്മികൾക്ക് ചൂടാക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഇവാപ്പറേഷൻ റേറ്റ് കുറവായിരിക്കും, സ്വാഭാവികന കണ്ടൻസേഷൻ റേറ്റ് കുറവായിരിക്കും, അതുകൊണ്ട് മഴ പെയ്യുന്നത് കുറവായിരിക്കും. ഇതിനകത്ത് കണ്ടിട്ടുള്ള ഒരു PYQ എന്താണെന്ന് വെച്ചാൽ ലോകത്തിലെ ഏറ്റവും വലിയ ഡെസേർട്ടാണ് എന്ത്? സഹാറ. ഇത്രയും ഭാഗത്ത് ഫുള്ള് ഡെസേർട്ടാണ്. അത് ഉണ്ടാക്കുന്ന ആ ഒരു കറണ്ട് എന്താണ്? അത് കാനറി എന്ന് പറയുന്ന ഈ ഒരു കറണ്ടാണ്. ചോദിച്ചിട്ടുള്ള ചോദ്യം എന്താ? സഹാറ ഡെസേർട്ട് ഉണ്ടാവാൻ കാരണമുള്ള കറണ്ട് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അത് കാനറി കറണ്ടാണ്. എന്ന് വെച്ചാൽ അത് മാത്രമല്ല കേട്ടോ, വേറെ കാരണങ്ങൾ സ്വാധീനിക്കുന്നുണ്ട്. എന്നാലും ഒരു മെയിൻ കാരണം അത് തന്നെയാണ്. ഓക്കെ, നമുക്ക് ബാക്ക് ടു പെറു സ്ട്രീമിലേക്ക് വരാം. പെറു സ്ട്രീം ഉണ്ടാക്കുന്ന ഒരു ഡെസേർട്ട് എന്താണ്? ഇതിൻ്റെ പേര് അട്ടക്കാമ ഡെസേർട്ട് എന്നാണ്. സൗത്ത് അമേരിക്കയിലെ ഒരു വലിയ ഡെസേർട്ടാണ്. സ്ട്രീമിനെ പറ്റി ഇപ്പോൾ 2 വലിയ ക്വസ്റ്റ്യൻ കഴിഞ്ഞു. ഇനി എന്താണ്? ഒറ്റ ക്വസ്റ്റ്യനും കൂടെ ഉള്ളൂ. അതെന്താ? അത് നമ്മുടെ എൽനീനോ ലാനീനെ പറ്റിയാണ്. ഇതിന് രണ്ടിനും കൂടെ പറയുന്ന പേരെന്താണ്? അത് സദേൺ ഓസിലേഷൻ എന്നാണ്. അപ്പം എൽനീനോ ലാനീന സംഭവിക്കുന്ന അതിൽ പ്രധാന പങ്ക് വഹിക്കുന്ന സ്ട്രീം ഏതാണെന്ന് ചോദിച്ചാൽ എന്താണ്? പെറു സ്ട്രീമാണ്. ഈ കറണ്ടുകളിലുണ്ടാകുന്ന കറണ്ടുകളിൽ, അതായത് സ്ട്രോങ് അങ്ങനെയല്ല, ഈ കറണ്ടുകളിൽ അളവിലുണ്ടാകുന്ന വ്യത്യാസമാണ് എൽനീനോ ലാനീന സംഭവിക്കുന്നത്. ഈ എൽനീനോ ലാനീന സംഭവിക്കുമ്പോൾ ഈ ഒരു ഭാഗത്ത് മാത്രമല്ല വ്യത്യാസം വരുന്നത്, ഗ്ലോബലി അത് ഭയങ്കര വ്യത്യാസം വരും. അതെന്താണെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. അതായത് ഈ ട്രേഡ് വിൻസ് കുറയുമ്പം എന്താണ്? ഇവിടുന്ന് ഈ തണുത്ത കറണ്ടിലെ വെള്ളം ഇങ്ങോട്ട് തള്ളി പോകത്തില്ല. അപ്പം അങ്ങോട്ട് ചൂടുവെള്ളം ചെല്ലാതിരിക്കും. എന്താ സംഭവിക്കുന്നത്? ഇവിടെ ഈ ഹോട്ട് കറണ്ട് വരാതാവും. അപ്പോൾ സ്വാഭാവികന ഇവിടെ ഈ ഹോട്ട് കറണ്ട് കൊണ്ട് കിട്ടുന്ന മഴ ഇവിടെ കിട്ടാതെ വരും. അപ്പം അതാണ് എൽനീനോ. പകരം എന്താണ്? കൂടുതൽ വെള്ളം ഇവിടെ തന്നെ തങ്ങി നിന്ന് അത് ചൂടായിട്ട് ഇങ്ങോട്ട് മഴ ലഭിക്കും. അതാണ് എൽനീനോ എന്ന് പറയുന്നത്. ഇനി ലാനീന എന്ന് പറയുന്നത് ഇതിൻ്റെ ഓപ്പോസിറ്റാണ്. ചില വർഷങ്ങളിൽ കാറ്റ് നല്ലപോലെ വീശും. കാറ്റ് നല്ലപോലെ വീശിയതിന് ശേഷം ഇവിടുത്തെ ഈ വെള്ളമെല്ലാം ഭയങ്കര അളവിൽ ഇങ്ങോട്ട് തള്ളി മാറ്റും. അപ്പോൾ എന്താണ്? എപ്പോഴും ഇവിടെ തണുത്ത വെള്ളത്തിൻ്റെ പ്രദേശം മാത്രമേ കിട്ടത്തുള്ളൂ. കാരണം എന്താ? വെള്ളമെല്ലാം ഒഴുകിപ്പോവാണ്. ആകെ കുറച്ച് വെള്ളം വരുന്നുള്ളൂ, അതെല്ലാം നല്ല കാറ്റടിച്ച് ഒഴുകിപ്പോവാണ്. ഇവിടെ എന്താ? എല്ലാം ചൂടുവെള്ളം വരും. ചൂടുവെള്ളം വന്നു കഴിയുമ്പോൾ ഇവിടെ ഭയങ്കര റെയിൻഫോൾ ആയിരിക്കും. അപ്പോൾ ഇവിടെ ഫുള്ള് മഴയും പ്രളയവും അതുപോലത്തെ സെറ്റപ്പ് ആയിരിക്കും. ഇതാണ് ലാനിന എന്ന് പറയുന്നത്. അപ്പം എൽനിനോ എന്ന് പറയുന്നത് എന്താണ്? ഈ ഒരു പ്രദേശത്ത് ഭയങ്കര മഴ കിട്ടും. ലാനിന എന്ന് പറയുന്നത് മഴ കിട്ടുന്ന ഈ ഒരു പ്രദേശത്തായിരിക്കും. സദേൺ ഓസ്ട്രേലിയയുടെ ഭാഗത്തായിരിക്കും ലാനിന വന്ന മഴ കിട്ടുന്നത്. ഇനി ഇത് ഫ്രീക്വൻ്റ് ആണോ എന്ന് ചോദിച്ചാൽ ഒരു പ്രത്യേക പാറ്റേൺ ഇത് ഫോളോ ചെയ്യുന്നില്ല. 3 വർഷം തൊട്ട് 7 വർഷം വരെ ഇത് മാറി വരും. എന്നാലും എന്താണ്? സയൻറ്റിസ്റ്റുകൾക്കോ അല്ലെങ്കിൽ ഒരു ഇത് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. മീൻസ് ഈ വർഷം എൽനിനോ ആണ്, ഈ വർഷം ലാനിനയാണെന്ന് പറയാനുള്ള സെറ്റപ്പ് ഉണ്ട്. ഇനി എൽനിനോ ലാനിന ഈ ഒരു പ്രതിഭാസം നമ്മുടെ മൺസൂൺ വിൻസിനെ വരെ ബാധിക്കും. ഇവിടെ എന്താ പറയാറില്ലേ? ഇത് മൺസൂൺ ഇയറാണ്, നോൺ മൺസൂൺ ഇയറാണ്. മൺസൂൺ കടുക്കുന്ന വർഷം, മൺസൂൺ തീരെ വരാത്ത വർഷവും, മഴ ഏറ്റവും കുറഞ്ഞ വർഷവും. നമ്മുടെ അഗ്രികൾച്ചറിനെ ഭയങ്കരമായിട്ട് ബാധിക്കുന്ന ഒരു സംഭവമാണ്. ഇവിടെ എൽനീന ലാനീന
ബാധിക്കുന്ന 2 കറണ്ടുകൾ ഏതൊക്കെയാണെന്ന് നമ്മൾ പറഞ്ഞു. എന്താണ്? ഒന്ന് ഈസ്റ്റേൺ ഓസ്ട്രേലിയയും മറ്റേത് നമ്മുടെ പെറു കറണ്ടുമാണ്. ഇതാണ് എന്ത് എൽനീനോ ലാനീന എന്ന് പറയുന്നത്. ഇനി എന്താണ് ഇതിനകത്ത് ഒരു സംഭവം കൂടെയുണ്ട്, അത് എന്താ എൻസോ. അതിനു മുമ്പ് വേറൊരു കാര്യം പറയാം. എൽനീനോയുടെ അർത്ഥം എന്താണ്? അതൊരു സ്പാനിഷ് വാക്കാണ്. അതിൻ്റെ അർത്ഥം എന്താ? ബോയ് എന്നാണ്, അല്ലെങ്കിൽ ബോയ് ചൈൽഡ്, അല്ലെങ്കിൽ ലിറ്റിൽ ക്രൈസ്റ്റ്, ഉണ്ണിയേശു എന്നും പറയും. ലാനിന എന്ന് പറയുന്നത് എന്താണ്? ഇത് ഗേൾ എന്നാണ്. ഇത് രണ്ടും എന്താ? ഒരു സ്പാനിഷ് വാക്കാണ്. ഓർത്തിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ എൽനിനോ വരുമ്പം സൗത്ത് അമേരിക്കയിൽ കൂടുതൽ മഴ കിട്ടും. ലാനിന വന്നാൽ സൗത്ത് അമേരിക്കയിൽ കുറച്ചും കൂടെ വരണ്ട കാലാവസ്ഥയായിരിക്കും, മഴ കുറവായിരിക്കും. ഇനി ഇത് രണ്ടും കൂടെ ഒന്നിച്ച് നടക്കുന്ന സംഭവമാണ് എന്താ എൻസോ എന്ന് പറയുന്നത്. അത് ജസ്റ്റ് ഓർത്തിരിക്കുക. ഒന്നിച്ച് നടക്കുന്നതല്ല, ഇത് മാറി മാറി നടക്കുന്നതിനാണ് പറയുന്നത് തോന്നുന്നു. അതായത് എൽനിനോ സദേൺ ഓസിലേഷൻ അങ്ങനെ എന്താണ് ഇതിൻ്റെ ഫുൾ ഫോം. അപ്പോൾ ആ മാറി മാറി വരുന്ന പാറ്റേൺ എന്ന് പറയുന്ന പേരാണ് എൻസോ എന്നുള്ളത്. ഡീറ്റെയിൽ ആയിട്ടൊന്നും ചോദിക്കാൻ ഒരു ചാൻസും ഇല്ല. എൻസോ എന്താണ് അതിൻ്റെ ഫുൾ ഫോം ഒന്നും ചോദിക്കാൻ ഒരു ചാൻസും ഞാൻ നോക്കിയിട്ട് കാണുന്നില്ല. അങ്ങനെ ഒരു BYQ ഇന്നേ വരെ കണ്ടിട്ടില്ല. ഇവിടെ ഓർത്തിരിക്കുന്ന സംഭവം എന്താണ്? ഇത് പേര് ഹാംബോൾട്ട് എന്നാണ്. കോൾഡ് കറണ്ടാണ്. എൽനീനോ ലാനീന ഇവിടെയാണ് സംഭവിക്കുന്നത്. അട്ടക്കാമ ഡെസേർട്ട് ഫോം ചെയ്യുന്നതിലൂടെയാണ്. പെറു കറണ്ട് തീർന്നു. ഇനി എന്താണ്? നമുക്ക് കാലിഫോർണിയൻ സ്ട്രീമിലേക്ക് പോകാം. നമ്മൾ ഒരു കാര്യം പറയാൻ മറന്നുപോയി. സ്ട്രീമുമായിട്ട് ബന്ധപ്പെട്ടല്ല, കോമൺ ആയിട്ട് പറയുന്നതാണ്. എന്താണ്? ഇവിടെ ഒരു വലിയ മൗണ്ടൻ റീജിയൻ ഉണ്ട്. അതിൻ്റെ പേരെന്താണ്? ആൻഡീസ് എന്നാണ്. ഇത് പറയാൻ അത് രണ്ടാമത് വന്ന് പറയാൻ കാരണം എന്താ? ഇത് ചോദിച്ചിട്ടില്ല ഇതിനു മുമ്പ്. എന്താ ഏറ്റവും നീളം കൂടിയ മൗണ്ടൻ റേഞ്ചസ് എന്ന് പറയുന്നത്, ലോകത്തിലെ ഏറ്റവും കൂടുതൽ നീളമുള്ള മൗണ്ടൻ റേഞ്ചസ് എന്ന് പറയുന്നത് ഇതാണ്. ഇതിൻ്റെ പേര് ആൻഡീസ് എന്നാണ്. അത് കാണപ്പെടുന്നത് എവിടെയാണ്? സൗത്ത് അമേരിക്കയിലാണ്. അതുപോലെ തന്നെ ഏറ്റവും നീളമുള്ള രാജ്യം എവിടെയാണ്? അതെന്ന് പറയുന്നത് ചിലിയാണ്. അത് ഇങ്ങനെ നമുക്കിവിടെ കാണാൻ പറ്റും. ഇതാണ് ചിലി. നേരത്തെ ഇവിടെ പറഞ്ഞ ഈ അട്ടക്കാമ ഡെസേർട്ടൊക്കെ ചിലിയിൽ ഉള്ളതാണ്. ആ സ്ട്രീമുമായിട്ട് ബന്ധമൊന്നുമില്ലെങ്കിലും സൗത്ത് അമേരിക്ക പറഞ്ഞപ്പോൾ നമ്മളത് കൂട്ടിച്ചേർത്ത് പറഞ്ഞതേ ഉള്ളൂ. അപ്പം ഇനി എന്താണ്? കാലിഫോർണിയൻ സ്ട്രീമിലേക്ക് പോകാം. ഇവിടെ കാലിഫോർണിയൻ സ്ട്രീമിൽ തന്നെ ഉണ്ട്. സി എന്താണ്? അത് കോൾഡ് എന്ന് എടുത്താൽ മതി. കോൾഡ് സ്ട്രീമാണ്. ഓർത്തിരിക്കാൻ ബെസ്റ്റ് മാർഗം അതാണ്. ഇതിനങ്ങനെ പ്രത്യേകിച്ച് വേറെ പേരൊന്നുമില്ല. പഠിക്കേണ്ടതാണ്. ഇവിടെ ഒരു ഡെസേർട്ട് ഇതിവിടെ ഉണ്ടാക്കുന്നുണ്ട്. ഈ ഡെസേർട്ടിൻ്റെ പേരെന്താണ്? ഇതിൻ്റെ പേര് മൊഹാവി ഡെസേർട്ട് എന്നാണ്. ഈ ഡെസേർട്ടിലാണ് നോർത്ത് അമേരിക്കയിൽ ഏറ്റവും ചൂട് രജിസ്റ്റർ ചെയ്തേക്കുന്ന സ്ഥലം, ഡെത്ത് വാലി എന്നൊക്കെ പറയും. ഈ ഡെസേർട്ടിലാണെന്ന് ഓർത്തിരിക്കുക. നമുക്ക് കാലിഫോർണിയൻ സ്ട്രീമിനെ കുറിച്ച് അത്രേ പറയാനുള്ളൂ. അതിൽ കൂടുതൽ ക്വസ്റ്റ്യനൊന്നും വരത്തില്ല. നമുക്ക് അറ്റ്ലാന്റിക് ഓഷനിലെ ഒറ്റ സ്ട്രീമിൻ്റെ കൂടെ പേര് പഠിക്കാനുള്ളൂ. എന്താണ്? അലാസ്ക കറണ്ട്. അതെന്താണ്? അത് വാം കറണ്ടാണ്. അലാസ്ക എന്ന് പറയുന്ന ഒരു തണുത്ത പ്രദേശമാണ്. ഇതിനകത്ത് ഏതാണ്? അലാസ്ക. ഇതാണ് അലാസ്ക. ഈ അലാസ്ക എന്ന് പറഞ്ഞ സ്ഥലം അമേരിക്കയുടെ ഒരു സ്റ്റേറ്റാണ്. ഈ അലാസ്ക എന്ന് പറഞ്ഞ സ്റ്റേറ്റ് എത്രയാണ്? ഇത് 49ാമത്തെ സ്റ്റേറ്റാണ് അമേരിക്കയുടെ. അമേരിക്കയിൽ എത്രയാണ്? മൊത്തം 50 സ്റ്റേറ്റാണുള്ളത്. 50ാമത്തെ സ്റ്റേറ്റ് ഹവായി, 49ാമത്തെ സ്റ്റേറ്റ് അലാസ്കയാണ്. ഈ അലാസ്ക 1969 എവിടുന്നാണ് വാങ്ങിച്ച? USSRൻ്റെ പൈസ കൊടുത്ത് വാങ്ങിച്ചതാണ് അമേരിക്ക. ഇത്രയും സ്ഥലം എത്രയോ $1 ബില്യൺ കച്ചവടമാക്കിയതാണ്. അപ്പം ഇങ്ങനെ അലാസ്ക എന്ന് പറയാൻ പേര് വരാൻ കാരണം എന്താണ്? അലാസ്കയുടെ കോസ്റ്റൽ റീജിയനിൽ കൂടെ ചുറ്റി എഴുതുന്നതാണ്. ഇത് അലാസ്ക ഭയങ്കര തണുത്ത സ്ഥലമാണ്. ഓട്ടോമാറ്റിക്കലി അലാസ്ക കറണ്ട് എന്ന് കാണുമ്പോൾ എന്താണ്? ഇക്വറ്ററിലേക്ക് വരുന്ന കറണ്ടാണ്. അപ്പം എന്താണ്? അത് തണുത്ത കറണ്ടാണെന്ന് എഴുതി വെച്ചാൽ എന്താണ്? അത് പൊട്ടത്തെറ്റാണ്. അത് ഉള്ള മാർക്ക് കൊണ്ട് കളയുന്ന പരിപാടിയാണ്. അതുകൊണ്ട് എന്താണ് അങ്ങനെ അവർ ചോദ്യം ചോദിക്കുകയുള്ളൂ. ഓർത്തിരിക്കേണ്ട കാര്യം എന്താണ്? അലാസ്ക എന്ന് പറയുന്നത് ഒരു ഹോട്ട് കറണ്ടാണ്, അല്ലെങ്കിൽ വാം കറണ്ടാണെന്ന് നിർബന്ധമായിട്ട് ഓർത്തിരിക്കുക. അതെന്തെങ്കിലും കോഡ് ഉപയോഗിച്ചോ അവനവന് പെട്ടെന്ന് ക്ലിക്കാവുന്ന രീതിയിൽ കണക്ട് ചെയ്തെടുക്കുക. ഞാൻ ഉപയോഗിക്കുന്ന ഒരു
കോഡ് എന്ന് പറയുന്നത് എന്താണ്, ഈ ലാസ്ക് എന്ന് പറഞ്ഞ പോലെ ഇത് എന്താണ്, ഞാൻ ഫ്ലാസ്ക് എന്നങ്ങ് വായിക്കും. ഫ്ലാസ്കിൽ എന്താ, ചൂടുള്ള സംഭവങ്ങളാണ് ഒഴിച്ചു വയ്ക്കുന്നത്. അപ്പോൾ ഞാൻ അങ്ങനെയാണ് ഞാൻ ഓർത്തിരിക്കുന്നത്. മണ്ടൻ കോഡാണോ എന്ന് തോന്നുന്നവർക്ക് സ്വന്തമായിട്ട് എന്താണ് കണക്ട് ചെയ്യാൻ എന്തെങ്കിലും ഉപയോഗിക്കാം. ഞാൻ പഠിച്ചുകൊണ്ടിരുന്നപ്പോഴത്തെ കാര്യമാണ് പറയുന്നത്. കോൺസെപ്റ്റ് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ എനിക്ക് വലിയ കുഴപ്പമില്ല, തിരക്കേടില്ലാതെ എനിക്കത് ഉപയോഗിക്കാതെയും കിട്ടാറുണ്ട്. ഇത് ചിലപ്പോൾ കാണുമ്പോൾ സംശയം തോന്നും, ഇവിടുന്ന് ഇങ്ങോട്ട് ഒഴുകുന്ന സ്ട്രീം കോൾഡ് സ്ട്രീം, ഇവിടുന്ന് നോർത്തിലേക്ക് ഒഴുകുന്ന സ്ട്രീം എങ്ങനെയാണ് ഹോട്ട് സ്ട്രീം ആവുന്നത്, നോർത്തിലേക്ക് പോകുന്തോറും തണുപ്പ് കൂടിയല്ലേ വരുന്നതെന്ന് ചോദിച്ചാൽ റിലേറ്റീവായിട്ട് ആണ് ഇതിൻ്റെ ടെമ്പറേച്ചർ അളക്കുന്നതെന്നും കൂടെ ഓർത്തിരിക്കുക. അപ്പം ഇവിടെ എന്താണ്, ഓൾറെഡി ചൂടാണ്. അപ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ട് വരുമ്പം എന്താണ്, ഓൾറെഡി ചൂടായ സ്ഥലത്തേക്ക് തണുത്ത കറണ്ട് ഒഴുകി വരുവാണ്. അപ്പം അത് കോൾഡ് സ്ട്രീമായിട്ടാണ് കണക്കാക്കുന്നത്. ഇനി അതേസമയം ഈ ജോഗ്രഫിയിൽ ഇങ്ങനെ ഒരു ജോഗ്രഫി കോൺഫിഗറേഷൻ കണ്ടില്ലേ, കറക്റ്റ് ഇവിടെ വന്നിരിക്കുമ്പോൾ ഇത് രണ്ടായിട്ട് സ്പ്ലിറ്റായി പോവുക ചെയ്യുന്നത്. അതുകൊണ്ടാണ് അവിടെ സ്പ്ലിറ്റ് നടക്കുന്നത്. അപ്പം നോർത്ത് പസഫിക് സ്ട്രീം കറക്റ്റ് വന്ന് കോസ്റ്റൽ റീജിയൻ ഇടിക്കുമ്പോൾ ഇങ്ങനെ സ്പ്ലിറ്റായി പോകും. ഇനി അലാസ്കൻ സ്ട്രീം ഹോട്ട് സ്ട്രീമായിട്ട് കണക്കാക്കുന്നതിൻ്റെ കാരണം എന്താ, ഓൾറെഡി ഇത്തരം പ്രദേശങ്ങളൊക്കെ തണുത്ത പ്രദേശമാണ്, അതായത് ഭയങ്കര തണുപ്പാണ്. അപ്പം ഭയങ്കര തണുപ്പുള്ള സ്ഥലത്തേക്ക് എന്താണ്, കുറച്ച് തണുപ്പുള്ള അലാസ്കൻ സ്ട്രീം ഒഴുകി വരുമ്പോൾ എന്താണ്, അതിനെ ഹോട്ട് സ്ട്രീമായിട്ടാണ് കണക്കാക്കുന്നത്. അതുകൊണ്ടാണ് അത് ഹോട്ട് സ്ട്രീം ആവുന്നത്. എന്തുമാത്രം മനസ്സിലായി എന്ന് എനിക്കറിയത്തില്ല, ജസ്റ്റ് ഒന്ന് പുറകോട്ട് പോയിട്ട് കേട്ടാൽ മതി. അപ്പം എന്താണ്, ആ ഒരു കോഡങ്ങ് ഓർത്തിരുന്നാൽ മതി. അതാണ് ഏറ്റവും എളുപ്പം. ശരിക്കും പറഞ്ഞാൽ ഞാൻ തുടക്കം പഠിച്ചുകൊണ്ടിരുന്ന സമയത്തൊക്കെ ഞാൻ അങ്ങനെയായിരുന്നു അത് പഠിച്ചുകൊണ്ടിരുന്നത്. പസഫിക് ഓഷ്യനിലെ ഈ പ്രദേശം കഴിഞ്ഞ് ഇനി നേരെ അപ്പുറത്തേക്ക് വിട്ടാൽ മതി. ഈ ഒരു പ്രദേശം കൂടെ പഠിച്ചു കഴിഞ്ഞാൽ സെറ്റ്. നമ്മൾ പസഫിക് ഓഷ്യൻ കഴിഞ്ഞു. പസഫിക് ഓഷ്യൻ തീർത്താൽ ഒരു ഇതെല്ലാം എളുപ്പമാണ്. പിന്നെ അല്ലറ ചില്ലറ ചെറിയ വേറെ കറൻസിയൊക്കെ ഉള്ളൂ, അത് പഠിക്കാൻ എളുപ്പമാണ്. വെസ്റ്റേൺ പസഫിക്കിലെ കാര്യം എന്താണ്, നമുക്ക് മെയിനായിട്ട് പഠിക്കാനുള്ള ഒയാഷിയോ, കുറാഷിയോ, ഈസ്റ്റേൺ ഓസ്ട്രേലിയ. ഇവിടെ ഓർത്തിരിക്കേണ്ട ഒയാഷിയോത്താണ് ഒരു കോൾഡ് സ്ട്രീമാണ്. ഇത് ഞാൻ ഓർത്തിരിക്കാൻ എന്താണ്, ഒയ്യോ എന്തൊരു തണുപ്പെന്നല്ല നമ്മൾ പറയാറ്. അപ്പം ഒയാഷിയോ എന്ന് പറയുന്നത് കോൾഡ് കറണ്ടാണെന്ന് ഞാൻ ഓർത്തിരിക്കുന്നത്. ഞാനുണ്ടാക്കിയ കോഡൊന്നുമല്ല, ഇത് ഞാൻ പഠിച്ചു വന്നപ്പോൾ എനിക്ക് മുമ്പുള്ളവർ പറഞ്ഞു തന്ന സംഭവമാണ്. അതിൻ്റെ കണക്ഷൻ വർക്ക് ചെയ്യുന്നതുകൊണ്ട് ഞാൻ അത് എടുത്തതേ ഉള്ളൂ. അപ്പോൾ ഒയാഷിയോ കറണ്ടിനെ പറ്റി അത് മാത്രമേ പഠിക്കാനുള്ളൂ. ഈ സംഭവം എപ്പോഴും എന്താണ് ചോദിക്കാറുള്ള സംഭവമാണ്. ഒയാഷിയോ കറണ്ട് എന്താണ്, കോൾഡ് കറണ്ടാണോ ഹോട്ട് കറണ്ടാണോ എന്ന് എപ്പോഴും ചോദിക്കാറുള്ളതാണ്. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആണെന്ന് ഓർത്ത് വയ്ക്കുക. PSCക്ക് എപ്പോഴും ഇഷ്ടമുള്ളൊരു കറണ്ടാണ്. ഇനി കുറാഷിയോ എന്താണ്, കുറാഷിയോ ഹോട്ട് കറണ്ടാണ്. ഒയാഷിയോ ഓട്ടോമാറ്റിക്കലി എന്താണ് കോൾഡ് കറണ്ടാണെന്ന് നമുക്കറിയാം, കോഡും ഉണ്ട്. അപ്പം അതിൻ്റെ പെയറായിട്ടുള്ള എന്താണ് കുറാഷിയോ ഹോട്ട് കറണ്ടാണ്. ഇതിനെ എന്താണ് വേറൊരു പേര് വിളിക്കും, അതിൻ്റെ പേരാണ് ബ്ലാക്ക് കറണ്ട് എന്ന്. അപ്പോൾ അത് ഓർത്തിരിക്കുക. ഇതും എപ്പോഴും ചോദിക്കാറുള്ളതാണ്. PYQ ആണ് ഈ സംഭവം. ഇനി ഇവിടെ ക്യുറോഷിയോയുടെ ജപ്പാനീസിൻ്റെ അർത്ഥം തന്നെ എന്താണ്, അത് ഈ ബ്ലാക്ക് കറണ്ട് എന്നാണ്. ബ്ലാക്ക് കറണ്ട് എന്നല്ല, നീല ഇരുണ്ട കളർന്ന് അങ്ങനെ എന്തോ ആണ് അതിൻ്റെ അർത്ഥം വരുന്നത്. അതുകൊണ്ടാണ് കുറോഷിയോ എന്ന് പറഞ്ഞ പേര് വരുന്നത്. അത് കണക്ട് ചെയ്യാൻ എന്താണ്, കുറോ എന്ന് പറയുമ്പോൾ കറുപ്പ് എന്ന് ഓർത്തിരുന്നാൽ മതി, അതും പെട്ടെന്ന് കിട്ടും. ഇത് രണ്ടും നമുക്ക് ഈ കറണ്ടിനെ കുറിച്ച് രണ്ടും അതല്ല, വേറൊരു കാര്യം പറയാൻ മറന്നുപോയി. അതെന്താണെന്ന് വെച്ചാൽ ഈ തണുത്ത കറണ്ട് ഹോട്ട് കറണ്ടും കൂടെ ചേരുന്ന സ്ഥലം എന്താണ്, ഫിഷിങ്ങിന് ഭയങ്കര ഫേമസ് ആയിരിക്കും. കാരണം എന്താണ്, മീനുകൾക്ക് അനുയോജ്യമായ കാലാവസ്ഥയായിരിക്കും. അതായത് ജീവിക്കാനും പ്രത്യുൽപാദനം നടത്താനും ഒക്കെ ഒരു ബെസ്റ്റ് കാലാവസ്ഥയാണ് ഈ മോഡറേറ്റ് ക്ലൈമറ്റ്. അവിടെ ഒത്തിരി മീനുകൾക്ക് ആവാസ വ്യവസ്ഥ ഉണ്ടാവും. അപ്പോൾ എന്താണ്, അവിടെ വലിയൊരു ഫിഷിംഗ് ഏരിയയും കൂടെയാണ് ആ സ്ഥലം. നമ്മൾ ലോകത്തെ ഏറ്റവും ഫിഷിംഗ് ഫേമസ് ആയിട്ടുള്ള ഒരു സ്ഥലം ഇവിടെ പഠിക്കുന്നുണ്ട്. ഇതിന് പേരെന്താണ്, ഇത്ര സ്ഥലത്തിൻ്റെ പേര് ഗ്രാൻഡ് ബാങ്ക്സ് എന്നാണ്. നമ്മൾ അവിടെ വരുമ്പോൾ നമുക്കത് പറയാം. അതുപോലെ തന്നെ ഇതും ഫേമസ് ആയിട്ടുള്ളൊരു സ്ഥലമാണ്.
ഇവിടെ അങ്ങനെ പേരൊന്നുമില്ല, അതിനൊരു പേരുണ്ട്. ഇവിടെ അങ്ങനെ ഒരു പേരില്ല. നോർത്ത് വെസ്റ്റ് പസഫിക് റീജിയൻ എന്നാണ് ഇതിനെ പറയുന്നത്, മീൻപിടുത്തത്തിന് ഫേമസ് ആയിട്ട്. അപ്പം അതും ജസ്റ്റ് ഓർത്തിരിക്കുക. ഇനി എന്താണ്, ഇനി നമുക്ക് പസഫിക്കിലെ ലാസ്റ്റ് എന്താണ്, ഈസ്റ്റേൺ ഓസ്ട്രേലിയ. ഇവിടെ ഈസ്റ്റേൺ ഓസ്ട്രേലിയൻ കറണ്ട് എന്താണ്, ഇത് ഒരു ഹോട്ട് കറണ്ടാണ്, ഓർത്തിരിക്കുക. ഇനി അത് കാണാതെ പഠിക്കുക, ഒന്നുമില്ല മാർഗമുള്ളൂ, അല്ലെങ്കിൽ മനസ്സിലാക്കി പഠിക്കുക. കാണാതെ പഠിക്കാൻ ഞാൻ നോക്കിയിട്ട് കോഡൊന്നും എനിക്ക് കിട്ടിയില്ല, മനസ്സിലാക്കി പഠിക്കുവാണെന്നാണ്. ഓസ്ട്രേലിയയുടെ ഇത്രയും ഭാഗത്ത് എന്താണ്, ഇത്രയും ഭാഗത്ത് നല്ല പച്ചപ്പും ഹരിതാപമൊക്കെ ഉള്ള സ്ഥലമാണ്. ഇത്രയും ഭാഗത്ത് ഭൂരിഭാഗം എന്താണ്, മരുഭൂമിയാണ്. എന്നാൽ ആൾക്കാർ ജീവിക്കുന്ന സ്ഥലമൊക്കെ ഉണ്ട്. ഇവിടെ ഈ പച്ചപ്പ് കൊണ്ടുവരുന്നത് എന്താണ്, ഹോട്ട് കറണ്ടാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു എന്താണ്, കോൾഡ് കറണ്ട് എപ്പോഴും എന്താണ്, വരണ്ടതും മരുഭൂമി സമാനമായ കാലാവസ്ഥയാണ് എപ്പോഴും കൊണ്ടുവരുന്നത്. ഇവിടെ ഹോട്ട് കറണ്ട് ആയതുകൊണ്ട് പച്ചപ്പുള്ള കാലാവസ്ഥയാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഈസ്റ്റേൺ ഓസ്ട്രേലിയ എന്താണ്, ഓസ്ട്രേലിയയുടെ ഈസ്റ്റ് ഭാഗം ഹോട്ട് കറണ്ടും വെസ്റ്റ് ഭാഗം കോൾഡ് കറണ്ടുമാണ് ഓർത്തിരിക്കുക. അതുപോലെ ഈസ്റ്റേൺ ഓസ്ട്രേലിയയുടെ കാര്യം പറയുമ്പോൾ ഒരു കാര്യം ഓർത്തിരിക്കുക, അതൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. അതെന്താണ്, ഈസ്റ്റ് ബാരിയർ റീഫ്, അതായത് ഈസ്റ്റ് ബാരിയർ റീഫ് ലോകത്തിലെ ഏറ്റവും വലിയ പവിഴപ്പുറ്റ് സമൂഹമാണ്. അത് കാണപ്പെടുന്ന ഇങ്ങനെ ഒരു ഭാഗത്താണ്. അത് ഏത് രാജ്യത്താണ് സ്ഥിതി ചെയ്യുന്നതെന്ന് ചോദിക്കും. അതെന്താണ്, ഓസ്ട്രേലിയയാണ്. ഇനി ഇവിടെ ഒരു ഡെസേർട്ട് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞില്ല. ആ ഡെസേർട്ടിൻ്റെ പേര് എന്താണ്, അത് ഗ്രേറ്റ് വിക്ടോറിയൻ ഡെസേർട്ട് എന്നാണ് അതിന് പറയുന്ന പേര്. അപ്പം നമ്മുടെ വെസ്റ്റ് പസഫിക് ഓഷ്യനിൽ നമുക്ക് ഇത്രേ പറയാനുള്ളൂ. വേറൊരു കാര്യം ചെറുതായിട്ട് ഓർത്ത് ഇരിക്കുക എന്ന് പറഞ്ഞാൽ, ഈ കൊറോഷ്യോ കറണ്ട് തന്നെ കുറച്ച് ഭാഗം ഈ ജപ്പാൻ്റെ അകത്തൂടെ ഒഴുകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ പേരും കൂടെ ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. അത് ചോദിച്ചിട്ടൊന്നുമില്ല, അത് സുഷീമ എന്നാണ്. അത്രേ ഉള്ളൂ. നമ്മൾ പസഫിക് എല്ലാം തീർത്ത്. ഇനി എന്താണ്, ഇനി ഒരു അറ്റ്ലാന്റിക്കും ഒരു ഇന്ത്യനും കൂടെ കഴിഞ്ഞാൽ നമ്മളെ പരിപാടി കഴിഞ്ഞു. അറ്റ്ലാന്റിക് ഓഷ്യൻ നമ്മളിപ്പോൾ എടുത്ത് വെച്ച് ചെയ്യുവാണെങ്കിൽ എന്താണ്, എസ് ആകൃതി കാണുന്ന ഓഷ്യൻ എന്താണെന്നാണ് ചോദിച്ചേക്കുന്നത്. അറ്റ്ലാന്റിക് ഓഷ്യൻ എടുത്താണോ, അവിടെ എസ് എന്നല്ലേ കാണുന്നത്. എന്താ കാനറി എന്ന് പറയുന്നത്, ഈ കറണ്ടിനെ പറ്റി പഠിക്കാം. കാനറി എന്താണ്, നമ്മൾ നേരത്തെ അപ്ലൈ ചെയ്ത കോഡ് തന്നെ ഇവിടെ ഉപയോഗിക്കാം. എന്താണ്, സി എന്ന് പറയുന്നത് കോൾഡാണ്. അവിടെ തന്നെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ കിട്ടി. കനറി എന്ന് പറയുന്നത് എന്ത് സ്ട്രീമാണ്, കോൾഡ് സ്ട്രീമാണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നമ്മളിവിടെ പറഞ്ഞു, ലോകത്തിലെ ഏറ്റവും വലിയ ഡെസേർട്ട് എന്താണ്, സഹാര ഡെസേർട്ടാണ്. അത് നോർത്ത് ആഫ്രിക്കയിൽ കാണപ്പെടുന്ന ഒരു ഡെസേർട്ടാണ്. ഇത് ഫോം ആവുന്ന എന്തുകൊണ്ടാണ്, കാനറി എന്ന് പറയുന്ന ഈ പ്രവാഹം കൊണ്ടാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ കോൺസെപ്റ്റ് തന്നെ, തണുത്ത കറണ്ട് വന്ന് സമുദ്രജലത്തിനെ ഫുള്ള് തണുപ്പിക്കും. അതുകൊണ്ട് എന്താണ്, അവിടെ നിന്ന് നീരാവി ഒന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് ഒരു വരണ്ട കാലാവസ്ഥ ഉണ്ടാവും. അതാണ് സഹാറ ഡെസേർട്ട് ഉണ്ടാകുന്നത്. ഈ രണ്ട് ചോദ്യം എന്ത്, കാനറീസിനെ കുറിച്ച് ഉണ്ടാവുള്ളൂ. കാനറീസ് ഇനി ഏത് ഓഷ്യനിൽ സ്ഥിതി ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ അത് അറ്റ്ലാന്റിക്കിലാണെന്ന് പഠിച്ചോളൂ. അതും കൂടെ പഠിക്കണം കേട്ടോ, ഏത് ഓഷ്യനിലാണെന്നും കൂടെ പഠിക്കണം. ചിലപ്പം ഇനി ഇതിൻ്റെ പേര് തന്നിട്ട് കോൾഡാണോ ഹോട്ടാണോ എന്ന് ചോദിക്കുന്നതിന് പകരം അത് ഏത് ഓഷ്യനിൽ സ്ഥിതി ചെയ്യുന്നു എന്നും വേണമെങ്കിൽ ചോദിക്കാം. അതൊരു വിധം നമുക്ക് പേര് കേൾക്കുമ്പം നമുക്കറിയാൻ പറ്റുമല്ലോ. പെറു എന്ന് പറയുന്നത്, പെറു ഏത് രാജ്യമാണ്, സൗത്ത് അമേരിക്കൻ രാജ്യമാണ്. അത് സൗത്ത് അമേരിക്കൻ രാജ്യം ആണ്. അതുപോലെ തന്നെ വെസ്റ്റേൺ കോസ്റ്റിലാണ് സ്ഥിതി ചെയ്യുന്നതെന്ന് പറയാം. അപ്പോൾ എന്താണ്, ഓട്ടോമാറ്റിക്കലി അത് പസഫിക് ആയിരിക്കും. കാലിഫോർണിയൻ സ്ട്രീം പേരുണ്ട്, കാലിഫോർണിയ ഏതാണ്, US-ലെ ഒരു വെസ്റ്റേൺ സ്റ്റേറ്റാണ് കാലിഫോർണിയ. സാൻ ഫ്രാൻസിസ്കോയിലൊക്കെ എവിടെയാണ് കാലിഫോർണിയ വരുന്നത്. അപ്പം അതെവിടെയാണ്, വെസ്റ്റിലാണ്. US-ൻ്റെ വെസ്റ്റേൺ സ്റ്റേറ്റാണ്, വെസ്റ്റേൺ കോസ്റ്റാണ്. അപ്പം അത് പസഫിക്. ഇവിടെ ഈസ്റ്റേൺ ഓസ്ട്രേലിയ വെസ്റ്റേൺ ഓസ്ട്രേലിയ ചോദിക്കത്തില്ല. കാരണം എന്താ, ഓസ്ട്രേലിയ എവിടെയാണെന്ന് എല്ലാവർക്കും അറിയാം. അല്ല, ചോദിക്കില്ല എന്ന് ഉറപ്പ് പറയാൻ പറ്റില്ല. ഈസ്റ്റേൺ ഓസ്ട്രേലിയ എന്താണ്, ഓസ്ട്രേലിയ ഈസ്റ്റ് പസഫിക് ഓഷ്യനും ഓസ്ട്രേലിയയുടെ വെസ്റ്റ് ഇന്ത്യൻ ഓഷ്യനുമാണ്. അപ്പം പിന്നെ ഹുറാഷിയോ ഒയാഷിയോ അത് രണ്ടും പറയാൻ പറ്റും നമുക്ക്. എന്താണ്, അത് പസഫിക് ഓഷ്യനിലാണെന്ന് പറയാൻ പറ്റുന്നല്ല, പഠിച്ചു വയ്ക്കുക. അപ്പോൾ ഹുറാഷിയോ ഒയാഷിയോ പഠിച്ചു വയ്ക്കുക. അതും കൂടെ ഒന്ന് ശ്രദ്ധിച്ചോണേ. മീൻസ് ഓഷ്യൻ്റെ പേരും കൂടെ പഠിച്ചോളുക. ആ കറണ്ട് ഏത് ഓഷ്യനിൽ സ്ഥിതി ചെയ്യുന്നതും കൂടെ ഒന്ന് പഠിച്ചോളുക.
കാനറീസിനെ പറ്റി എന്താണ് ഈ 2 ചോദ്യമുള്ളൂ. ഒന്നും കൂടെ വൃത്തിയായിട്ട് എഴുതാം. സഹാറ കാനറി ഡെസേർട്ട്സ്, കാനറി സ്ട്രീം കോൾഡ് കറണ്ടാണ് സഹാറ ഡെസേർട്ട് ഫോം ചെയ്യുന്നത്. ഓക്കെ, ഇനി ഏതാ നമുക്ക് ബെങ്കുവേല എടുത്താലോ. ബെങ്കുവേല സ്ട്രീം എന്താണ്? ഇതും ഒരു കോൾഡ് സ്ട്രീം തന്നെയാണ്. ഇനി ഇവിടെ ബെങ്കുവേല സ്ട്രീം കോൾഡ് സ്ട്രീമാണെന്ന് പറയാൻ നമുക്ക് എന്താ ഒരു കോഡ് പറയാം. അതെന്താണ്? ഈ ബെങ്കുവേല എന്ന് പറഞ്ഞ ഇല എന്ന് പറഞ്ഞാൽ എടുത്താൽ മതി, അവസാനം കിടക്കുന്ന ഇല. അപ്പം ഇലയും മരമൊക്കെ നമുക്ക് എവിടെയാണ് കാണാൻ പറ്റുന്നത്? ഒരു വരണ്ട കാലാവസ്ഥയൊന്നും കാണാൻ പറ്റത്തില്ലല്ലോ. എന്താ ഒരു ചെറിയ തണുപ്പൊക്കെ വേണം, എന്നാലേ ബെങ്കുവേല ഇല എന്ന് പറയുന്നത് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇല മരമൊക്കെ എവിടെയാണ്? കുറച്ച് തണുപ്പ് ഈർപ്പമുള്ള സ്ഥലത്തേക്കില്ലേ നമുക്ക് കാണാൻ പറ്റുള്ളൂ. ഈ കോഡ് മണ്ടൻ കോഡാണ് നമുക്ക് ഇപ്പം തോന്നിയാലും നമുക്കത് കിട്ടും, പരീക്ഷയ്ക്ക് കിട്ടും. എനിക്കത് അനുഭവമുള്ളതാണ്. ബെങ്കുവേല സ്ട്രീമിൻ്റെ അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ഇവിടെ ഒരു ഡെസേർട്ട് ഫോം ചെയ്യുന്നുണ്ട്. എന്താണ്? ഒരു ഡെസേർട്ടല്ല, 2 ഡെസേർട്ട് ഫോം ആവുന്നുണ്ട്. ഇങ്ങനെ ഒരെണ്ണമുണ്ട്, ഇങ്ങനെ ഒരെണ്ണമുണ്ട്. അപ്പം ഇതെന്താ? ഇത് നമീബിയൻ ഡെസേർട്ടാണ്. ഇത് കലഹാരി ഡെസേർട്ടുമാണ്. അപ്പം മെയിനായിട്ട് എന്താണ്? കലഹാരി ഡെസേർട്ടാണ് ക്വസ്റ്റ്യൻ വരുന്നത്. എന്താ? കലഹാരി ഡെസേർട്ട് ഫോം ചെയ്യുന്ന ഏത് സ്ട്രീം കൊണ്ടാണെന്ന്? ആൻസർ എന്താണ്? ബെങ്കുവേല സ്ട്രീമാണ്. കോൾഡ് സ്ട്രീമാണെന്ന് അറിയാൻ വേണ്ടിയുള്ള കോഡും നമ്മൾ പറഞ്ഞു. എന്താണ്? ബെങ്കുവേല, അതിനകത്ത് ഇല എടുത്താണ്. ഇനി അടുത്ത അറ്റ്ലാന്റിക് ഓഷ്യനിലെ ഒരു ഹോട്ട് കറണ്ടാണ് ബ്രസീൽ എന്ന് പറയുന്നത്. ബ്രസീലിയൻ കറണ്ട് അങ്ങനെ ഒരു പേര് വരാൻ കാരണം എന്താ? ബ്രസീൽ എന്ന് പറഞ്ഞ രാജ്യം ഇങ്ങനെ കിടക്കുന്ന രാജ്യമാണ്. സോറി, ഇതിൻ്റെ പൊസിഷൻ ഇങ്ങനെയല്ല, കുറച്ചും കൂടെ എന്താണ് ഇങ്ങനെയാണ് രാജ്യം. എന്താണ്? കുറച്ചും കൂടെ വലിയ രാജ്യമാണ്. ഇങ്ങനെ കിടക്കുന്ന രാജ്യമാണ് ബ്രസീൽ. ഇതൊരു ഹോട്ട് സ്ട്രീമാണ് അല്ലെങ്കിൽ വാം സ്ട്രീമാണെന്ന് ഓർത്തിരിക്കാൻ എളുപ്പവഴി എന്താ? ബ്രസീലിൻ്റെ ക്ലൈമറ്റ് എന്ന് ഓർത്താൽ മതി. അതെന്താണ്? നമ്മുടെ രാജ്യത്തിനെയൊക്കെ പോലെ തന്നെ ഇക്വറ്റർ റീജിയനിൽ കിടക്കുന്ന അല്ലെങ്കിൽ ഒരു ട്രോപ്പിക്കൽ റീജിയനിൽ കിടക്കുന്ന ഒരു രാജ്യമാണ്. അവിടെ ഒത്തിരി തണുപ്പുള്ള ഒരു രാജ്യം ഒന്നുമല്ല, നമ്മുടെ രാജ്യത്തിനെ പോലെ തന്നെയാണ് ട്രോപ്പിക്കൽ കാലാവസ്ഥയാണ്. ഇത്രയും ഭാഗം എന്താണ്? ട്രോപ്പിക്കൽ അല്ലേ. 30 ഡിഗ്രി തൊട്ട് 30 ഡിഗ്രി വരെ ട്രോപ്പിക്കലാണ്. കറക്റ്റ് ട്രോപ്പിക്കൽ റീജിയനകത്ത് കിടക്കുന്ന രാജ്യമാണ്. അപ്പം അങ്ങനെ എന്താണ്? അത് നമുക്ക് വാം സ്ട്രീമാണ് കണക്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇവിടെ എന്താ? ബ്രസീലിയൻ സ്ട്രീമിനെ കുറിച്ച് അത്രേ പറയാനുള്ളൂ. ഇനി ഗൾഫ് സ്ട്രീമും ലാബ്രഡോറും. ഗൾഫ് സ്ട്രീം എന്താണ്? ഇതൊരു ഹോട്ട് സ്ട്രീമാണ്, അത് ഓർത്തിരിക്കുക. അതും ഓർത്തിരിക്കാൻ എളുപ്പമുണ്ട്, കോഡുണ്ട്. ഗൾഫ് എന്താണ്? ഗൾഫ് സ്ട്രീം എന്നുള്ള പേര് അങ്ങനെ ഓർത്തിരിക്കുക. ഗൾഫ് സ്ട്രീം എവിടെയാണെന്ന് ചോദിച്ചാൽ അത് അറ്റ്ലാന്റിക്കിലാണെന്ന് ഓർത്തിരുന്നാൽ മതി. അത് ഈ ഗൾഫിൻ്റെ ഈ ഭാഗത്തൊന്നുമല്ല, അറ്റ്ലാന്റിക്കിലാണെന്ന് ഓർത്തിരുന്നാൽ മതി. അത് നമ്മൾ ഈ ഗൾഫ് എന്നുള്ള പേര് വാം സ്ട്രീമാണെന്ന് ഓർത്തിരിക്കാൻ മാത്രം എടുത്താൽ മതി. ഗൾഫിൽ ഭയങ്കര ചൂടാണെന്ന് ഓർത്തിരുന്നാൽ മതി. ഇതുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് ഒരു ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉണ്ടെങ്കിൽ എന്താണ്? ഗൾഫ് സ്ട്രീമാണ് എന്ത്? ഈ നോർത്തേൺ അല്ലേ, ഈ ഇത്രയും ഭാഗത്തെ ചൂട് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. കാരണം എന്താണ്? ഈ ഗൾഫ് സ്ട്രീം ഇങ്ങോട്ട് പോയിട്ട് ഇത്രയും ഭാഗത്തെ വെള്ളത്തിനെ കൂടെ ചൂടാക്കി നിർത്തും. അപ്പോൾ എന്താ സംഭവിക്കുക? ഈ വെസ്റ്റേൺ യൂറോപ്പിലെ കുറേ ഭാഗങ്ങൾ ഒത്തിരി തണുപ്പിലേക്ക് പോകുന്നതിൽ നിന്നും പ്രിവെൻറ്റ് ചെയ്യും. അങ്ങനെയും കൂടെ ഒന്ന് പഠിച്ചുകൊള്ളുക. അതായത് വെസ്റ്റേൺ യൂറോപ്പിൽ വാം ക്ലൈമറ്റ് നിലനിർത്തുന്നതിൽ വലിയ പങ്ക് വഹിക്കുന്ന സ്ട്രീമാണ് ഗൾഫ് സ്ട്രീം. അതും കൂടെ ഒന്ന് ഓർത്തിരുന്നതാണ്. പറയാൻ പറ്റില്ല, ചിലപ്പം ഇനി സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് വല്ലതും ചോദിച്ചാലോ. ഒന്നുകൂടെ വൃത്തിയായിട്ട് എഴുതാം. എന്താ? വെസ്റ്റേൺ യൂറോപ്പിൽ എന്താണ്? വാം ക്ലൈമറ്റ് മെയിൻറ്റെയിൻ ചെയ്യുന്നതാണ്, ഓർത്തിരുന്നാൽ മതി. അതുപോലെ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് ചോദിച്ചെങ്കിലേ ഉള്ളൂ, അല്ലെങ്കിൽ അത് ചോദിക്കത്തില്ല. ഇനി ലാബ്രഡോർ എന്താണ്? ഇതൊരു കോൾഡ് കറണ്ടാണ്, ഓർത്തിരിക്കുക.
കോൾഡ് കറണ്ടാന്ന് ഓർത്തിരിക്കാൻ ഒരു മാർക്കേ ഉള്ളൂ. എന്താണ് ഈ ലാബ്രഡോർ എന്ന് പറയുന്ന ഒരു കാനഡയിലെ ഒരു സ്ഥലമാണ്. ഓർത്താൽ മതി അതല്ല, അത് ശരിക്കും കാനഡയിലെ ഒരു പ്രൊവിൻസ് തന്നെയാണ്. ന്യൂ ഫൗണ്ട്ലാൻഡ് ആൻഡ് ലാബ്രഡോർ എന്നാണ് ആ പ്രൊവിൻസിൻ്റെ പേര്. അങ്ങനെ അത് ഒരു സ്ഥലമാണെന്ന് ഓർത്തിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് ഗോൾഡ് കറണ്ടാന്ന് കിട്ടുകയും ചെയ്യും. കോഡ് വെച്ച് പഠിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത്, എല്ലാം കോഡ് വെച്ചാൽ എന്തായാലും തമ്മിൽ ക്ലാഷായി പോകാൻ ചാൻസ് ഉണ്ട്. അതിന് ഭേദം നമ്മൾ കുറച്ച് കാണാതെ പഠിക്കുക, കുറച്ച് മനസ്സിലാക്കി പഠിക്കുക, കുറച്ച് കോഡ് വെച്ച് പഠിക്കുക എന്നാണ് അങ്ങനെയല്ല, അതാണ് അതിൻ്റെ ഒരു കറക്റ്റ് പ്രൊപ്പോർഷൻ. എന്തായാലും കുറച്ച് കാണാതെ പഠിക്കാതെ നടക്കത്തില്ല. പിന്നെ എല്ലാം ഒത്തുവരുന്ന കുറച്ച് കാര്യങ്ങൾ ചേർത്തൊരു കോഡ് ഉണ്ടാക്കാം എന്നുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ കിട്ടാത്തൊരു സാധനം, അങ്ങനെ കണക്ട് ചെയ്ത് കിട്ടാത്തൊരു സാധനം നമ്മൾ കഷ്ടപ്പെട്ട് കണക്ട് ചെയ്ത് കോഡാക്കി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? നമ്മൾ ആ കഷ്ടപ്പെട്ട് കണക്ട് ചെയ്ത സാധനവും വർക്ക് ചെയ്യത്തില്ല. നമ്മൾ കണക്ട് ചെയ്ത് വെച്ച കോഡും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവും, എല്ലാം മാറിപ്പോവും. അപ്പം ഓട്ടോമാറ്റിക്കലി കണക്റ്റ് ആവുന്ന സംഭവം കണക്ട് ചെയ്ത് കോഡാക്കുക എന്നുള്ളത് നമുക്ക് പറ്റത്തുള്ളൂ. ഇതൊന്നുമില്ലെങ്കിൽ മനസ്സിലാക്കി പഠിക്കുക, അല്ലെങ്കിൽ കാണാൻ പഠിക്കുക. ലാബ്രഡോർ എന്നുള്ളത് എന്താണ്? ലാബ്രഡോർ കോൾഡ് കറണ്ടാണ്. ലാബ്രഡോർ കാനഡയിലെ ഒരു സ്ഥലമാണ്, ഓർത്താൽ മതി. ഇപ്പം കാനഡ എന്താ തണുപ്പുള്ള സ്ഥലം, എങ്ങനെയാണോ നമ്മൾ ബ്രസീലിൽ ഓർത്ത പോലെ കാനഡയെ ഓർത്താൽ മതി. അപ്പോൾ അതൊരു കോൾഡ് കറക്റ്റാണ്, മനസ്സിലായി. ഇനി എന്താണ്, ഇനി നമ്മൾ സ്ഥിരമായിട്ട് ചോദ്യം വരുന്നൊരു സംഭവം എന്താണ്? ഇത്രയും ഭാഗത്തെയാണ് ചോദ്യം വരുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞു എന്താണ്, ഗ്രാൻഡ് ബാങ്ക് എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര്. ഈ സ്ഥലത്തിൻ്റെ പ്രത്യേകത എന്താ? ലോകത്തിലെ ഏറ്റവും വലിയ മീൻപിടുത്തം ഏരിയയാണ് ഗ്രാൻഡ് ബാങ്ക്. അതിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞു, കാരണങ്ങൾ എന്താണ് അത്രയും അവിടെ മീനുകൾ ഉണ്ടാകാൻ കാരണം ഉണ്ടാകും. ഇത് എന്താണ്, ഇതൊരു PYQ തന്നെയാണ്. ഇനി ഇവിടെ ഗ്രീൻലാൻഡ് കറണ്ട് കോൾഡ് കറണ്ടാണ്. ഇവിടെ എന്താണ്, നമ്മൾ ഈ ഗ്രീൻ എന്ന് പറഞ്ഞ സംഭവമാണ് എടുക്കുന്നത്. ഇവിടെ നമ്മൾ ബെങ്കുവെല്ല എടുത്തപ്പം എന്താണ്, ഇല എന്ന് പറഞ്ഞു. ഇല എന്താണ്, പച്ചപ്പുള്ളതുകൊണ്ട് നമ്മളത് കോൾഡായിട്ട് എടുത്തു. ഇവിടെ എന്താണ്, ഗ്രീൻലാൻഡ് എന്നുള്ളത് ഗ്രീൻ എടുത്താൽ എന്താ, അത് കോൾഡായിക്കോളും. ഇത് അറ്റ്ലാന്റിക്കിലെയാണ് പഠിച്ചു വയ്ക്കുക, അതുപോലെ കോൾഡ് സ്ട്രീമാണെന്ന് പഠിച്ചു വയ്ക്കുക, അത്രേ ഉള്ളൂ. അപ്പം അത് രണ്ടും പഠിച്ചു വെച്ചാൽ ഈസ്റ്റേൺ ഗ്രീൻലാൻഡ് കറണ്ട് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നോർവീജിയൻ എന്നുള്ള ആക്ച്വലി എന്താണ്, ഈ ഗൾഫ് സ്ട്രീമിൻ്റെ തന്നെ നോർത്തേൺ അറ്റ്ലാന്റിക് എന്ന് പറയുന്ന ഈ ഒരു സ്ട്രീം വഴി അതിൻ്റെ ഒരു എക്സ്റ്റൻഷൻ തന്നെയാണ്. അപ്പോൾ ഈ ഒരു ജോഗ്രഫിക്കലി ഏരിയയുടെ പ്രത്യേകത കൊണ്ടാണ് അതിങ്ങനെ സ്പ്ലിറ്റായി പോകുന്നത്. വാം സ്ട്രീം ആവാൻ കാരണം എന്താ, ഇവിടെയൊക്കെ റിലേറ്റീവ്ലി ഭയങ്കര തണുപ്പാണ്. അപ്പം ഇവിടുന്ന് ചെല്ലുന്ന സ്ട്രീമിൻ്റെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ഇവിടെയുള്ള ടെമ്പറേച്ചറിനേക്കാളും മുകളിലുള്ള ടെമ്പറേച്ചറാണ്. അതായത് നല്ല തണുപ്പുള്ള സ്ഥലത്തേക്ക് കുറച്ച് തണുപ്പുള്ള വെള്ളമാണ് ഒഴുകി ചെല്ലുന്നത്. അപ്പോൾ എന്താണ്, നല്ല തണുപ്പുള്ളവർക്ക് അത് ചൂട് സ്ട്രീമായിട്ട് കണക്കാക്കാൻ പറ്റും. അങ്ങനെയാണ് നോർവീജിയൻ സ്ട്രീം ചൂട് സ്ട്രീമാകുന്നത്. നമ്മൾ നേരത്തെ അലാസ്ക പറഞ്ഞ പോലെ അലാസ്ക ഭയങ്കര തണുപ്പുള്ള സ്ഥലമല്ലേ, അതുകൊണ്ട് അലാസ്കൻ സ്ട്രീം എന്താണ്, അത് തണുത്ത സ്ട്രീമാണെന്ന് എഴുതി വെച്ചാൽ എന്താണ്, പൊട്ടത്തെറ്റാണ് ഉണ്ടാവുക, അത് തെറ്റിപ്പോകും തരം. ഇതെന്താണ്, ഇത് ഒരു വാം സ്ട്രീമാണ്. അത് കാണാപടിക്ക് മാർഗമുള്ളൂ, കോഡൊന്നും എനിക്കറിയത്തില്ല ഉള്ളതായിട്ട്. ബെസ്റ്റ് ഓപ്ഷൻ അത് കാണാതെ പഠിക്കുക തന്നെയാണ്. അപ്പം ഇത്രയും ടോപ്പിക്കിൽ ഈ ഒരു സംഭവം മാത്രം കാണാൻ പഠിക്കുന്നതിൽ കുഴപ്പമൊന്നുമില്ലല്ലോ. ഒട്ടുമിക്ക കറണ്ടിന് നമ്മൾ കോഡ് പറഞ്ഞു. അപ്പം നോർവീജിയൻ കോഡൊന്നും കിട്ടിയില്ല, സ്വാഭാവികം എന്താ, കാണാൻ പഠിക്കുക. നമ്മളിനി അത് കണക്ട് ചെയ്യാൻ നോക്കുകയാണെങ്കിൽ നമ്മൾ ഓൾറെഡി കൊടുത്തു വെച്ച കോഡെല്ലാം മാറിപ്പോവാനേ വഴിയുള്ളൂ. ബാക്കി ഇവിടെ നമ്മൾ എല്ലാ കറണ്ടിനും കോഡ് പറഞ്ഞിട്ടാണ് പഠിച്ചത്. നോർവീജിയൻ്റെ കേസിൽ മാത്രം നമ്മൾ എന്താണ്, അത് കാണാൻ പഠിക്കേണ്ടത്. എന്താണ്, ഇന്ത്യൻ മഹാസമുദ്രം, ഇന്ത്യൻ ഓഷ്യൻ മാത്രമേ നമുക്ക് കൈകാര്യം ചെയ്യാനുള്ളൂ. വെസ്റ്റേൺ ഓസ്ട്രേലിയ നമ്മളെന്താണ് നേരത്തെ പറഞ്ഞു, ഈസ്റ്റേൺ ഓസ്ട്രേലിയ വാം ആണെങ്കിൽ എന്താണ്, വെസ്റ്റേൺ ഓസ്ട്രേലിയ കോൾഡ് ആണെന്ന് നമ്മൾ ഇവിടെ ഡെസേർട്ട് ഉണ്ടാകുന്ന കാര്യം പറഞ്ഞു. ഇനി നമുക്ക് ഇവിടെ ഈ രണ്ട് സ്ട്രീം കൂടെ പഠിക്കാനുള്ളൂ, മൊസാംബിക്കും അഗുൽഹാസും. നമ്മൾ വെസ്റ്റേൺ ഓസ്ട്രേലിയ ഓൾറെഡി പറഞ്ഞു എന്താണ്, അത് കോൾഡ് സ്ട്രീമാണ്. നമ്മളിവിടെ അതുണ്ടാക്കുന്ന ഡെസേർട്ടിൻ്റെ കാര്യം പറഞ്ഞു. എന്താണ്, ഗ്രേറ്റ് വിക്ടോറിയൻ ഡെസേർട്ടാണ്
ഇതുകൊണ്ടുണ്ടാവുന്ന ഡെസേർട്ട്. പക്ഷെ എന്താണ്, വെസ്റ്റേൺ ഓസ്ട്രേലിയ ആണെങ്കിൽ അത് ഇന്ത്യൻ ഓഷ്യനിലായിരിക്കും, ഈസ്റ്റേൺ ഓസ്ട്രേലിയ ആണെങ്കിൽ എന്താണ് അത് പസഫിക്കിലും ആയിരിക്കും. അത് മാത്രമേ അതിൻ്റെ വ്യത്യാസമുള്ളൂ. പിന്നെ ഈസ്റ്റേൺ ഓസ്ട്രേലിയ ഹോട്ടും ഈസ്റ്റേൺ ഓസ്ട്രേലിയ വാമും വെസ്റ്റേൺ ഓസ്ട്രേലിയ എന്താണ് കോൾഡ് കറണ്ടുമാണ്. അത് നമ്മൾ കോഡൊന്നും വെച്ചില്ല, പകരം എന്താണ് നമ്മളിവിടെ ഡെസേർട്ട് ഫോർമേഷൻ്റെ കാര്യം പറഞ്ഞാണ് അത് പഠിച്ചത്. എനിക്ക് കോഡ് വെക്കേണ്ട ആവശ്യം വന്നിട്ടില്ല, കാരണം എന്താണ് ഞാൻ ലോജിക്കലി അത് എനിക്കറിയാം. കാരണം എന്താണ് ഓസ്ട്രേലിയയുടെ ഒരുവിധം നല്ല കാലാവസ്ഥയുള്ള സ്ഥലമെല്ലാം എന്താണ് അത് ഈസ്റ്റേൺ ഓസ്ട്രേലിയയാണ്. സിഡ്നി, മെൽബൺ, ബ്രിസ്ബൺ, അഡ്ലേഡ് അതുപോലത്തെ സ്ഥലങ്ങളെല്ലാം എന്താണ് അത് വെസ്റ്റേൺ ഓസ്ട്രേലിയയാണ്. ആകെ ഇവിടെയുള്ള ഒരു സ്ഥലമാണെന്ത് ഇതാണ് പെർത്ത്. അത് അത്യാവശ്യം വലിയൊരു സിറ്റിയാണ്. ബാക്കി ഭൂരിഭാഗം സ്ഥലങ്ങളും എന്താണ് ഡെസേർട്ടാണ് എനിക്കറിയാം. അപ്പം ഞാൻ അങ്ങനെയാണ് അത് കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പം ഡെസേർട്ട് ഉണ്ടാകുന്നത് എന്താണ് കോൾഡ് സ്ട്രീമാണ്. അപ്പോൾ വെസ്റ്റേൺ ഓസ്ട്രേലിയയിൽ കോൾഡ് സ്ട്രീം, ഈസ്റ്റേൺ ഓസ്ട്രേലിയയിൽ വാം സ്ട്രീമും, അങ്ങനെയാണ് ഞാൻ ഓർത്തിരിക്കുന്നത്. ഇനി അഗുൽഹാസും മൊസാംബിക്കും പഠിക്കുന്നതാണ്. മൊസാംബിക് എന്ന് പറയുന്ന സ്ട്രീം എന്താണ് ശരിക്കും അഗുൽഹാസിൻ്റെ തന്നെ ഒരു ഭാഗം തന്നെയാണ്. അത് ഈ ഒരു ദ്വീപ് മഡഗാസ്കർ എന്നാണ് ഈ ദ്വീപിൻ്റെ പേര്. ഈ ദ്വീപിൻ്റെ ഇപ്പുറത്ത് കൂടെ ഒഴുകി വരുന്നതാണ് മൊസാംബിക്ക്, അപ്പുറത്ത് കൂടെ ഒഴുകുന്ന അഗുൽഹാസ്. ഇവിടെ അഗുൽഹാസ് എന്ന് പറയുന്ന പേര് കേൾക്കുമ്പോൾ തന്നെ എന്താണ് അതൊരു ഇന്ത്യൻ പേര് പോലും ഇല്ലേ. അപ്പം അതെന്താ അത് ഇന്ത്യൻ മഹാസമുദ്രത്തിലാണ്, നമുക്ക് അങ്ങനെ കണക്ട് ചെയ്തെടുക്കാം. ഇനി ഈ ഇന്ത്യൻ ക്ലൈമറ്റ് പോലെ തന്നെയാണ് അഗുൽഹാസും, ഭയങ്കര വാമാണ്. അപ്പം ഇത് രണ്ടും അങ്ങനെ തന്നെ ഓർത്തിരുന്നാൽ മതി. അപ്പം ഇത്രയേ ഉള്ളൂ എന്താണ് നമ്മുടെ ഓഷ്യൻ കറണ്ട് എന്ന് പറഞ്ഞ ടോപ്പിക്ക് ചോദിച്ചതും അതുമായ എല്ലാ ക്വസ്റ്റ്യൻസും അങ്ങനെ തന്നെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. കുറേ കോഡ് വെച്ച് പഠിച്ചു, കുറേ ലോജിക്കലി നമ്മൾ പഠിച്ചു, അതുപോലെ തന്നെ കുറേ കാണാതെ പഠിക്കേണ്ട അതുപോലെ പഠിച്ചു. അങ്ങനെ പഠിച്ചാൽ ഈ എല്ലാ ടോപ്പിക്കും അങ്ങനെ തന്നെയാണ് പഠിക്കേണ്ടത്. മൊത്തമൊന്നും കോഡ് വെച്ച് പഠിക്കാൻ പറ്റത്തില്ല. അപ്പം ഈ ടോപ്പിക്ക് ഇപ്പോൾ തീർത്തിട്ടുണ്ട്. ഇപ്പോൾ കംപ്ലീറ്റ് ടോപ്പിക്ക് നമ്മൾ തീർത്തിട്ടുണ്ട്.